നമസ്കാരം. 1995 ഏപ്രിൽ മാസം 12 സമയം രാവിലെ 10:20. കൂകിപ്പായുന്ന ന്യൂഡൽഹി തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് ആന്ധ്രയിലെ ഓണലൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് അവിടുന്ന് കുറച്ച് മുമ്പിലെത്തിയതേ ഉള്ളൂ. ട്രെയിനിലെ AC കോച്ചിൽ വാഷ് ബേസിനിൽ മുഖം കഴുകുകയായിരുന്നു സഖാവ് EP ജയരാജൻ. പെട്ടെന്നാണ് ഒരു വെടിയുണ്ട കഴുത്തിന് പിന്നിൽ തുളച്ചു കയറിയത്. ജലന്ധർ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞുള്ള ആ യാത്ര ജയരാജൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആ സംഭവത്തിന് ശേഷം വെടിയുണ്ടയുടെ ചീളും പേറി ജയരാജൻ 29 വർഷം താണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആ വധശ്രമ കേസിൽ ഹൈക്കോടതി വിധി പറയുകയും ചെയ്തു. പ്രതിസ്ഥാനത്ത് അവരോധിക്കപ്പെട്ട നിലവിലെ KPCC പ്രസിഡന്റായിട്ടുള്ള K. സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. സുധാകരനെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരുന്നതെങ്കിൽ പോലും സുധാകരൻ രക്ഷപ്പെട്ടു. ജയരാജനെ വധിക്കാനായി സുധാകരനും CMPയുടെ നേതാവായിട്ടുള്ള MV രാഘവനും ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു CPMന്റെ ആരോപണമെന്ന് പറയപ്പെടുന്നത്. ഒന്നാം പ്രതിയായിട്ടുള്ള വിക്രം ചാലിൽ ശശിയാണ് ജയരാജനെതിരെ വെടിയുതിർത്തത്. പേട്ട ദിനേശൻ, TP രാജീവൻ, ബിജു എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികളെന്ന് പറയപ്പെടുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് ജയരാജനെ വകവരുത്തുവാൻ സുധാകരൻ വാടക ഗുണ്ടകളെ ഏർപ്പെടുത്തിയെന്നും തിരുവനന്തപുരത്ത് വെച്ച് ഗൂഢാലോചന നടത്തിയെന്നുമാണ് അന്ന് CPM ആരോപിച്ചത്. സുധാകരൻ തലസ്ഥാനത്ത് വെച്ച് ഗൂഢാലോചന നടത്തിയെന്നും ഒന്നും രണ്ടും പ്രതികളെ കൊലപാതകത്തിന് നിയോഗിച്ചുമെന്നുമാണ് പോലീസ് കുറ്റപത്രത്തിലും പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ EP ജയരാജൻ എന്ന് പറയപ്പെടുന്ന കണ്ണൂർ രാഷ്ട്രീയം ചോരയിൽ മുങ്ങിയ കാലമായിരുന്നു അത് എന്നും ആ RSSുമായും കോൺഗ്രസുമായുമുള്ള ഏറ്റുമുട്ടലിൽ മുഴുകി നിന്ന CPMന് MV രാഘവൻ എന്ന പുതിയൊരു ശത്രുവിനെ കൂടി കിട്ടിയ ഒരു കാലമായിരുന്നു അത് അന്ന് CPMന്. കോൺഗ്രസ്സാണ് മുഖ്യ ശത്രുവെന്നും മുസ്ലിം ലീഗുമായി തിരഞ്ഞെടുപ്പ് സഖ്യം വേണമെന്നുമുള്ള ഒരു ബദൽ രേഖയുടെ പേരിൽ MVRനെ CPM അന്ന് പുറത്താക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. 1985 കൊൽക്കത്തയിൽ നടന്ന 12ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ട് കൊച്ചിയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അന്ന് പാർട്ടി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബദൽ രേഖ തയ്യാറാക്കിയത് എന്നും അതിനനുകൂലമായി സമ്മേളന പ്രതിനിധികളെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചെന്നുമായിരുന്നു MVRനെ പുറത്താക്കാൻ അന്ന് CPM കണ്ടെത്തിയ ന്യായമെന്ന് പറയപ്പെടുന്നത്. 1986 MVRനെ CPM പാർട്ടിയിൽ നിന്ന് തന്നെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായിട്ട് ബദൽ രേഖ തയ്യാറാക്കുന്നതിന് രാഘവന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് അന്ന് എന്നാൽ EK നായനാരാണ്. പക്ഷേ രേഖയിൽ ഒപ്പിട്ടില്ല. അന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന നായനാർക്കെതിരെ ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പുറത്തുപോയ MVR വെറുതെ ഇരുന്നില്ല. 1986 ജൂലൈ 22 രാഘവൻ CMB എന്ന് പറയപ്പെടുന്ന പാർട്ടി രൂപീകരിച്ചു. പിന്നീട് കണ്ണൂർ കലുഷിതമായി. കുത്തുപറമ്പ് വെടിവെപ്പിൽ DYFIക്ക് 5 സഖാക്കളെ നഷ്ടമായി. പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറി. പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം CPI പ്രവർത്തകർ അഗ്നിക്കിരയാക്കി. ഇതൊക്കെ ചരിത്രമാണ് കേട്ടോ. MVR എവിടെ ചെന്നാലും തല്ലാൻ ആൾക്കൂട്ടമുണ്ടാക്കി പിന്നാലെ കൂടി CPM പ്രവർത്തകർ. അപ്പോൾ ജയരാജനായിരുന്നു അന്ന് കണ്ണൂരിൽ ആടി ഉലഞ്ഞു നിന്ന CPMനെ താങ്ങി നിർത്താൻ കച്ചകെട്ടി ഇറങ്ങിയ നേതാക്കളിൽ പ്രധാനി എന്ന് പറയപ്പെടുന്നത്. ആളും അർത്ഥവുമായി EP കളത്തിലിറങ്ങി നിന്നപ്പോൾ പ്രവർത്തകർ കൂടുതൽ അക്രമോത്സുകരായി എന്നുള്ളതാണ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ കണ്ണൂരിൽ തുടർക്കഥയായി മാറി എന്നുള്ളതാണ്. ജയരാജനെ തീവണ്ടിയിൽ വെടിവെച്ച് വീഴ്ത്തി തള്ളിയിട്ട ശേഷം രക്ഷപ്പെടുക എന്നതായിരുന്നു കൊലയാളികളുടെ പദ്ധതി. പക്ഷേ തലനാരിഴയ്ക്ക് ജയരാജൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കൃത്യം നടത്തി അധികം വൈകാതെ തന്നെ പ്രതികൾ പിടിയിലുമായി. MV രാഘവനും സുധാകരനുമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് ആദ്യം പറയുന്നത് പിടിയിലായ വിക്രം ചാലിൽ ശശി എന്ന ഒന്നാം പ്രതിയാണ്. MV രാഘവനും K. സുധാകരനും ചേർന്ന് 10,000 രൂപ തനിക്ക് തന്നുവെന്നും 2 റിവോൾവർ തിരകളും ഏൽപ്പിച്ചത് സുധാകരനാണെന്നും സമ്മേളനം കഴിഞ്ഞു വരുന്ന ജയരാജനെ കൊല്ലണമെന്നാണ് അവർ നിർദ്ദേശിച്ചതെന്നും ശശിയുടെ മൊഴിയിൽ പറയുന്നു എന്നുള്ളതാണ്. ഈ RSS വിട്ട് ശിവസേനയിൽ ചേക്കേറിയ വിക്രം ചാലിൽ ശശി പിന്നീട് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേസിൽ 1-2 പ്രതികളായിട്ടുള്ള പേട്ട ദിനേശനും വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചുവെങ്കിലും മേൽക്കോടതി ഇവരെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. അങ്ങനെ ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തന്നെയും കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുധാകരൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. സുധാകരനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. K. സുധാകരൻ ഹൈക്കോടതി വിധി എന്ന് പറയപ്പെടുന്നത് EPക്ക് നിരാശയും സുധാകരൻ ആശ്വാസവുമാകുന്നത് ഇവിടെയാണ്. MVR കളമൊഴിഞ്ഞിരിക്കുന്നു. കഴുത്തിലിരിക്കുന്ന വെടിയുണ്ട ചീളിൻ്റെ പേരിൽ പാർട്ടിക്കാർ കരുത്തനെന്നും പാർട്ടിക്കാർ അല്ലാത്തവർ ബെഡായി എന്നും പറഞ്ഞ് 2 പക്ഷം പിടിക്കുമ്പോൾ ഒരു കാര്യം ജയരാജൻ ഉറപ്പിച്ചു പറയുന്നു എപ്പോഴും. ഇന്നും
ഓക്സിജൻ മാസ്ക് ഇല്ലാതെ ഉറങ്ങാൻ സാധിക്കാറില്ല തനിക്ക് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 1995 ഏപ്രിൽ മാസം 12-ാം തീയതി രാവിലെ 10:20 അങ്ങനെ ആ വെടിയുണ്ടയുടെ കീഴിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന ഇ.പി. ജയരാജൻ പക്ഷേ ഇന്നാരായി? കണ്ണൂർ ജില്ലയിൽ ആടി ഉലഞ്ഞു നിന്ന ഒരു പ്രസ്ഥാനത്തെ, തകർന്നു വീഴുമെന്ന് കരുതിയിരുന്ന ഒരു പ്രസ്ഥാനത്തെ പടുത്തുയർത്തുവാൻ കാട്ടിയ ധൈര്യവും ആ കഴിവും അത് മുതലാക്കിക്കൊണ്ടൊരു പാർട്ടിയെ അദ്ദേഹം കെട്ടിപ്പടുത്തിയ ഇ.പി. ജയരാജനെ പാർട്ടി എന്ന് മറന്നിരിക്കുന്നു, പാർട്ടിക്കാരെന്ന് മറന്നിരിക്കുന്നു. പാർട്ടിയിലെ സീനിയോറിറ്റി വെച്ചാണെങ്കിൽ ഇന്ന് സംസ്ഥാന സെക്രട്ടറി പദത്തിൽ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദം അലങ്കരിക്കേണ്ടിയിരുന്നത് ഇ.പി. ജയരാജനായിരുന്നു. പക്ഷേ ആ ഇ.പി. ജയരാജനെ എന്തുകൊണ്ടാണ് ഈ പാർട്ടി തള്ളിക്കളഞ്ഞത്? 1995 മുതൽ അദ്ദേഹം പേറുന്ന ഒരു വേദനയുണ്ട്. ആ വേദനയും മനസ്സിൽ അതിനേക്കാളിലേറെ വേദന എന്ന് പറയപ്പെടുന്നത് ഇന്ന് പാർട്ടിയും പാർട്ടിക്കാരും അദ്ദേഹം തള്ളുന്നു എന്നുള്ളതാണ്. വെടിയുണ്ടയുടെ വേദന ഇ.പി. ജയരാജൻ മറന്നാലും പാർട്ടിക്കാർ ഇങ്ങനെ അദ്ദേഹം തള്ളിക്കളയുന്ന ആ വേദന അദ്ദേഹം മറക്കുന്നില്ല എന്നാണ്. 1985-86 കാലഘട്ടങ്ങളിൽ കണ്ണൂരിനെ ആടി ഉലച്ച സംഭവം MVR-മായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. MVR പാർട്ടി വിടുന്ന കാലത്ത് കണ്ണൂരിൽ കലുഷിതമാകുന്നൊരു അന്തരീക്ഷമായിരുന്നു. MVR എന്ന് പറയപ്പെടുന്ന ശക്തനായൊരു നേതാവായിരുന്നു CPM-ൻ്റേതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ MVR-നെ പുറത്താക്കുകയും MVR CMB എന്ന് പറയപ്പെടുന്ന പാർട്ടി രൂപീകരിക്കുകയും ചെയ്ത് UDF-നോടൊപ്പം ചേക്കേറിയപ്പോൾ ആടി ഉലഞ്ഞു പോയത് CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ആ 86 മുതൽ കരുത്തനായ ഇ.പി. ജയരാജൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു CPM എന്ന് പറയുന്ന പ്രസ്ഥാനം കണ്ണൂരിൽ. അങ്ങനെ അദ്ദേഹം കെട്ടിപ്പടുത്തുയർത്തിയ ആ പ്രസ്ഥാനത്തെ ഇന്ന് വലിയ സർക്കാരുകൾ ഉണ്ടാക്കി ഭരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞുവെങ്കിലും ഇ.പി. ജയരാജനെ ഈ പാർട്ടി മറക്കുന്നു, പിണറായി അടക്കമുള്ളവർ വെറുക്കുന്നു. എങ്കിലും വെടിയുണ്ടയും പേറി ഇ.പി. ജയരാജൻ വീണ്ടും സഖാവായി മുന്നോട്ട് സഞ്ചരിക്കുന്നു.